Who was Elijah? He was a man who stood in the presence of God, who carried the holy glory presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തെയും മഹത്വത്തെയും വഹിച്ച ഒരു മനുഷ്യൻ ഏലിയാവായിരുന്നു. A man of God's presence. Hallelujah. A man who was willing to confront and challenge demonic altars. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നാം ചിന്തിക്കുന്നു ഏലിയാവ് ഭയങ്കര ഞാൻ ആരുമല്ലേ, ഞാൻ ഒന്നുമല്ലേ. No, he was a man of God. He knew his authority. തന്റെ അധികാരത്തെയും ആധിപത്യത്തെയും നന്നായി അറിയുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഒരു തെറ്റായിട്ടുള്ളൊരു താഴ്മയല്ല ഏലിയാവ് ഇവിടുന്ന്. നോക്കിയേ, സ്തോത്രം, താൻ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യെസ്, അതിന് അവൻ പറഞ്ഞത് ഇസ്രായേലിനെ കഷ്ടപ്പെടുന്നത് ഞാനല്ല, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ. നോക്കിയേ, ദൈവത്തിന്റെ കൽപ്പനയിൽ ഏലിയാവ് വന്ന് ആഹാബിനോട് പറയുക, ഞാൻ പറഞ്ഞിട്ടല്ലാതെ 3.5 വർഷം എന്ത് ചെയ്തു? ആകാശമണ്ഡലങ്ങളുടെ മേൽ, പ്രകൃതിയുടെ മേൽ. Who is Elijah? A man of power. Was a man of power and dominion. ആകാശമണ്ഡലങ്ങളെ അടയ്ക്കുവാൻ, തുറക്കുവാൻ കഴിവുള്ളവൻ, അന്തരീക്ഷങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവൻ. A man, Elijah was a man of power. ദൂതുകൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മെ അങ്ങനെ ആക്കി തീർക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഏലിയാവിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. He knew how to take dominion. യൂട്യൂബും ഫേസ്ബുക്കും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഇതെല്ലാം കണ്ട് രസിക്കുന്ന അങ്ങനെയുള്ളവർക്ക് you cannot operate in dominion and power. It's impossible. പിശാച് തന്റെ വലയിടും, നമ്മെ ആകർഷിക്കും, നമ്മെ കൗളിപ്പിക്കും. The devil will entice us and bring us, നമ്മളെ മൂർച്ച കട്ടയുന്ന പോലെ, so that you will not have sharpness. Enjoy as much as you want in the social media. നീ കണ്ട് രസിക്കുക. Because if you come and stand in the presence of God, if you come to the place of prayer, പ്രാർത്ഥനയുടെ ആ പീഠത്തിലേക്ക് നീ വന്നാൽ നീ ആള് മാറും. നീ ആരാധനയുടെ പീഠത്തിലേക്ക് വന്നാൽ നീ ആള് മാറും. നിന്റെ നോട്ടം മാറും, നിന്റെ കണ്ണുകൾ വിശുദ്ധ കണ്ണുകളാകും, നിന്റെ ശബ്ദം മൂർച്ചേറിയ ആയുധങ്ങൾ പോലെയാകും. You become a man of power by standing in the presence of God.